ഹായ് ഓൾ, ഇന്നൊരു ചട്ടിച്ചോറ് വീഡിയോ ആയാലോ. ആദ്യം തന്നെ നമുക്ക് ചോറ് വയ്ക്കാം. ഇനി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന പയർ, കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക് നടുകീറിയിടുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒഴിച്ചുകറി വേണം. വാഴക്ക അല്ലെങ്കിൽ പച്ചക്കായയിൽ മോരൊഴിച്ച് വയ്ക്കാം. അപ്പോൾ വാഴക്ക കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, കുറച്ച് കട്ടത്തൈര്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിടണം. ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക്, കറിവേപ്പില, കടുക്, 2 മണി ഉലുവ കൂടി ഇട്ടുള്ളൂ. പെട്ടെന്നൊരു ചമ്മന്തി തട്ടിക്കൂട്ടിയാലോ. ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ച് പുളി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറുതായി മുറിച്ച് എടുത്തോളൂ. മിക്സിയിലിട്ട് 2 കറക്ക് നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓംലെറ്റ് ഇല്ലാതെ എന്ത് ചട്ടിച്ചോറല്ലേ. പെട്ടെന്നൊരു മുട്ട തട്ടിപ്പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, കുനുകുനായി അരിഞ്ഞ സവാള, നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എത്രത്തോളം നന്നായി ഇളക്കുന്നോ അത്രത്തോളം പഫി ആയിട്ടുള്ള ഓംലെറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മുട്ട വാർന്നു കൊടുക്കുക. മുകളിലായിട്ട് അല്പം കുരുമുളക് പൊടി വിതറിക്കോളൂ. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി മസ്റ്റാണ്. ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പഫി ഓംലെറ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് 2 പപ്പടം കൂടെ കാച്ചിയെടുക്കണം. അപ്പം നമ്മുടെ ചട്ടിച്ചോറിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്ന വിഭവങ്ങൾ തന്നെയാണ്. ഇനി അതെല്ലാം നമുക്ക് ചട്ടിയിൽ വിളമ്പണം. ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ തൂവി ആദ്യം തന്നെ ചോറ് വിളമ്പുക. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പുക. പയർ മെഴുക്കുവരട്ടി, വാഴക്ക ഒഴിച്ചുകറി, തേങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ഓംലെറ്റ്, വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി മാങ്ങ അച്ചാർ, പൊടി പൊടിക്കാൻ പപ്പടം. തീർന്നില്ല, കുറച്ച് കട്ട തൈര് കൂടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ചട്ടിയിലുള്ള എല്ലാ വിഭവത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഒരുമിച്ച് കൂട്ടി കുഴച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സംഗതി നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഏട്ടൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ. ടാറ്റ, ബൈ ബൈ.